നിങ്ങൾ വാർത്ത അറിഞ്ഞു കാണും, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഒരു ഇറാഖി വന്ന ഒരു എക്സ് മുസ്ലിം അദ്ദേഹത്തിൻ്റെ വിധി വരാനിരിക്കുകയാണ്. 2023 സ്വീഡനിൽ ആകമാനം ഈ ഖുറാൻ കത്തിക്കൽ ഇഷ്യൂ ഉണ്ടായി. സീരിയസ് ആയിട്ട് നേരത്തെ ഒരു പാസ്റ്ററാണിത് ചെയ്തത്. അതിനുശേഷം വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള മറ്റു പലരും അതിന് നേതൃത്വം കൊടുത്ത ഈ പറയുന്ന സൽമാൻ മൊമിക് എന്ന് പറയുന്ന ഇറാഖി സിറ്റിസണാണ്. അദ്ദേഹത്തിന് അസൈലം സീക്കറാണ്. ഇതിൻ്റെ സ്വീഡിഷ് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. അത് വിധി വരാൻ പോവാ കേസ് കോടതി ഫയൽ ചെയ്തിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം മുമ്പ് അയാളെ വെടിവെച്ച് കൊന്നു. ഇതാണ് ഇഷ്യൂ. വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ബേസിക്കലി ഈ സംഭവം നടന്ന ഈ ഖുറാൻ കത്തിച്ച കാര്യം അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം ഒരു മതഗ്രന്ഥവും കത്തിച്ച് പ്രശ്നമുണ്ടാക്കി പ്രൊവോക്ക് ചെയ്ത് ഏത് രാജ്യത്താണെങ്കിലും അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. നമ്പർ 1. രണ്ടാമത്, എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ രാജ്യത്തിൻ്റെ പ്രത്യേകതയും ഭരണഘടനയും പലതുമുണ്ട്. ഈ മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള വിശ്വാസികൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ അതിനെ ഉദ്ദേശം വെച്ച് ഇതേപോലെയുള്ള ഇഷ്യൂ ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുമ്പോഴും പ്രക്ഷോഭം നടത്തുമ്പോഴും ഇത് ഫർദർ പ്രൊവോക്ക് ചെയ്യുക മാത്രമല്ല, എസ്കലേറ്റ് ചെയ്യും. അത് സ്വീഡൻ മാത്രമല്ല, ലോകം മുഴുവനും എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് പുതിയ റിപ്പോർട്ടുകൾ സ്വീഡനിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. നമ്പർ 1. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീഡിഷ് ഗവൺമെൻറ് പല ഇൻ്റലിജൻസ് ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനിഷ്യൽ റിപ്പോർട്ട് പറയുന്നത്, പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്, ടർക്കിയിൽ നിന്നുള്ള ആളുകളുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഈ ഖുറാൻ കത്തിച്ചയാളെ, അതായത് ഇപ്പോഴല്ലേ ഇയാൾ ഖുറാൻ 2023 കത്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൻ്റെ വിധി വരാനിരിക്കുമ്പോഴാണ്, ആ വരാൻ 1-2 ദിവസം ഇരിക്കുന്ന സമയത്താണ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത്. നമ്പർ 1. ഇത് ടർക്കിയാണ് എന്ത് സംഭവം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. ഈ സ്വീഡനുമായിട്ട് ടർക്കി ഇതേപോലെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ടർക്കി എംബസിയുടെ മുമ്പിൽ വെച്ചും മുസ്ലിം പള്ളിയുടെ അവരുടെ പെരുന്നാൾ ദിവസമൊക്കെയാണ് ഇയാൾ പലപ്പോഴും ഈ ഖുറാൻ കത്തിച്ച്, ഇയാളുടെ കൂടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു, പല ഇറാഖീസും ഉണ്ടായിരുന്നു. ഇത് കത്തിച്ചിട്ട് ലൈവ് സോഷ്യൽ മീഡിയയിൽ ഇടുമായിരുന്നു ഇയാൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിധി കേൾക്കാൻ വേണ്ടി ഇയാൾ ടിക്ടോക്ക് ലൈവിൽ വന്ന സമയത്താണ് ഏകദേശം 4-5ഓളം പേര് ചേർന്ന് ഇയാളെ വെടിവെച്ച് കൊന്നു എന്നാണ് സ്വീഡിഷ് പോലീസ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റൊരു സൈഡിലോട്ട് എന്താണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഷ്യം. അവർ പറയുന്നത്, ഇതിൻ്റെ ആസൂത്രണം ചെയ്ത് അവിടെയുള്ള മുസ്ലിങ്ങളാകാൻ സാധ്യതയില്ല, ഇതിന് ഫണ്ടിങ്ങോ ആൾക്കാരെ കൊടുത്തു വിട്ടതും ടർക്കിയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ പറ്റി ഖത്തറിൻ്റെ പേരാണ് പറയുന്നത്, ഇവരാണ് ഇതിൻ്റെ സാധ്യത. അപ്പം അതിനെപ്പറ്റി ഫർദർ എൻക്വയറി നടത്തും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടർക്കിയും സ്വീഡനുമായിട്ട് തമ്മിലുള്ള പ്രശ്നം ഈ ഖുറാൻ കത്തിച്ച വിഷയത്തിൽ തന്നെ ഇവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെ മോശമായി. അതിനുശേഷം സ്വീഡനെ നാറ്റോയിൽ എടുക്കുന്ന സമയത്ത് ടർക്കി ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. പിന്നീട് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സാണ് ടർക്കിയോട് സംസാരിച്ചിട്ട് സ്വീഡനെ നാറ്റോയിൽ എടുക്കുന്ന കാര്യം, കാരണം നാറ്റോ രാജ്യങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ നാറ്റോയിൽ എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഭരണഘടനയിലുണ്ട്. അപ്പം അതിൻ്റെ പിന്നീടാണ് ഉറുദുഗാൻ സമ്മതിക്കുകയും സ്വീഡനെ രാജ്യത്തിൻ്റെ നാറ്റോയിൽ അംഗമാക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് നോക്കാം, എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇതിന് ശേഷം സ്വീഡനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പല ഭാഗത്തും സ്ഥിരമായിട്ട് ആൾക്കാർ, കാരണം ഈ വെടിവെച്ച ശേഷം, ഈ സംഭവത്തിന് ശേഷം സ്വീഡനിൽ മാത്രം ഏകദേശം 500-600 പേര് ഖുറാൻ കത്തിച്ചു. ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വീഡിഷ് പോലീസും മറ്റുള്ള രാജ്യങ്ങളിലെ പോലീസും അത് മാറ്റാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഇത് വാട്സപ്പിൽ കൂടെ ഓരോ ആൾക്കാരും ഖുറാൻ കത്തിക്കുന്ന സംഭവം
സീരിയസ് ആയിട്ട് പോകുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് മണ്ടത്തരം കാണിച്ച് പ്രവോക്ക് ചെയ്യരുത്. പഴയ സംഭവമല്ല, ഡിജിറ്റൽ യുഗമാണ്. നിങ്ങൾക്ക് ഒരാളെ ഒതുക്കാൻ ശ്രമിക്കും, രണ്ടുപേരും ഒതുക്കാൻ സാധിക്കും. ലോകത്തെ മുഴുവൻ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഇന്ന് ഫ്രാൻസിൽ, കാരണം ഇതൊന്നും പോലീസ് പുറത്ത് പറയുന്നില്ല, ജർമ്മനിയിൽ ജർമ്മൻ അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. അവരുടെ പൊളിറ്റീഷ്യൻസ്, അതായത് AFDയുടെ വലതുപക്ഷ തീവ്ര പൊളിറ്റീഷ്യൻസ് പറയുന്നത് അവർ അധികാരത്തിൽ കയറുന്ന സമയത്ത്, അതായത് ഇലക്ഷനിൽ അധികാരം കയറുവാണെങ്കിൽ ഖുറാൻ കത്തിച്ചാണ് അധികാരത്തിൽ കയറുന്നത്. ആലോചിക്കുക, എവിടുന്ന് അങ്ങോട്ട് പോയി. ഇത് പല വലതുപക്ഷ പൊളിറ്റിക്കൽ പാർട്ടിയും ഏറ്റെടുക്കും. ഇത് അമേരിക്കയിലും പ്രശ്നമുണ്ടാകും. അമേരിക്കയിലും ഈ സംഭവം കത്തിക്കാൻ തുടങ്ങും. ഇതാണ് പറയുന്ന പ്രൊവോക്കിൽ വീടരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഖുറാൻ കത്തിച്ച സംഭവം അതിനെ പൂർണ്ണമായിട്ട് അപലപിക്കുന്നു. അത് തെറ്റാണ്. ഒരു മതഗ്രന്ഥത്തെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കത്തിക്കുന്നതോ ഇങ്ങനെ കാണിക്കുന്നതിന് പൂർണ്ണമായിട്ടും അത് തെറ്റ് തന്നെയാണ്. നിങ്ങൾക്കതിലൂടെ താല്പര്യമില്ല, ഓക്കെ. പക്ഷേ എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അവർക്ക് ആ രീതിയിലാണ് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ ഖുറാൻ കത്തിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വീഡനിലുണ്ടായ പ്രക്ഷോഭം. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, സ്വീഡിഷ് ഗവൺമെൻറ് ഏകദേശം 7000-ഓളം മുസ്ലിങ്ങളെയാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത്. മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവര് ഇമിഗ്രൻ്റ് അസൈലമായിട്ട് വരുന്നവരുടെ ലോ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രിക്റ്റ് ആക്കി. അവിടെ ഏകദേശം 8 ലക്ഷത്തിൽ പരം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. ഏകദേശം ഒരു 8.1% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഈ സ്വീഡനിലുള്ളത്. ഈ അസൈലുമായിട്ടും യൂറോപ്പ് ഈ പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ അൺസർട്ടനിറ്റി വന്ന് കയറി വന്നവരാണ്. ഇപ്പം ഈ മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് സ്വീഡിഷ് ഗവൺമെൻറ് അവിടെ ഒരു പറയുന്ന മുസ്ലിങ്ങൾക്കും ഇത് കൊടുക്കുന്നില്ല, സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. അവർ പുതിയ ബില്ല് പാസ്സാക്കാൻ പോകുന്നു. ഇതിന് ശേഷം പുതിയ അറിയിപ്പ് അവിടെ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിരിക്കുന്ന ആൾക്കാർ, അതായത് സ്വീഡിഷ് സിറ്റിസൺഷിപ്പ് എടുക്കുന്ന ആൾക്കാർ അവരുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യാനും അവരെ നാടുകടത്താനും പുതിയ ബില്ല് തയ്യാറാക്കാൻ പോവുക. ഇതാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർ പൊട്ടന്മാരാണ്, പ്രൊവോക്കേഷനിൽ കയറി വീണും ആര് സഹായിച്ചാലും എന്ത് സഹായിച്ചാലും ഉണ്ടാകാൻ പോകുന്ന അൾട്ടിമേറ്റ്ലി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലോട്ടാണ് ഈ സംഭവം കയറി വീഴുന്നത്. അതേപോലെ തന്നെ അവിടെ വലിയ റിസർച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും അവിടെ മറ്റുള്ള ഏജൻസികളൊക്കെ ഓരോ മുസ്ലിങ്ങളുടെ വീടുകളിലും ഖുറാൻ വെക്കുന്ന സ്ഥലം വരെ എടുത്തുകൊണ്ടാണ് പോയേക്കുന്നത്. കാരണം അവർ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു, അവരൊരു കാരണവശാലും ഇതുമായിട്ട് യോജിച്ച് പോകില്ല, പുറത്താക്കേണ്ടവരെ പുറത്താക്കും. 8 ലക്ഷത്തിലതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 1.5-2 ലക്ഷത്തോളം ഇല്ലീഗലായിട്ട് ഡോക്യുമെന്റേഷൻ ഇല്ലാത്ത മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരോടുണ്ട്. അവരെ പൂർണ്ണമായിട്ടും പുറത്താക്കാൻ തീരുമാനിച്ചു ഗവൺമെന്റിന്റെ ചെലവോടുകൂടി. അപ്പൊ എവിടുന്ന് എങ്ങോട്ടാണ് കാര്യങ്ങൾ പോയെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഖുറാൻ കത്തിച്ചയാളെ ഇറാഖിൽ നിന്നുള്ള സൽവാൻ മമിക്കോൺ എന്ന് പറഞ്ഞ് നിങ്ങളെ വെടിവെച്ചു കൊന്നെങ്കിൽ തന്നെയും അവിടെ സമാധാനമായി കഴിയുന്ന മുസ്ലിങ്ങളോട് പോലും പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യും, നിങ്ങളെ പറഞ്ഞയക്കും, നിങ്ങൾക്ക് പറ്റിയ രാജ്യമല്ല ഇത്. പിന്നെയാണ് സംഭവം മനസ്സിലാക്കുക, അവിടെയുള്ള മുസ്ലിം മോസ്കുകൾ താൽക്കാലികമായിട്ട് അടയ്ക്കാൻ തീരുമാനിച്ചു. അത് ഒരു ഇൻസിഡന്റ് കൊണ്ട് എവിടുന്ന് എവിടെ പോയി, അതാണ് അപ്പം ഈ പറയുന്ന കേസ് കോടതിയിലുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന വെടിവെച്ച് കൊന്നയാളുടെ കേസ് കോടതിയിലുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട സംഭവം, കോടതി അയാളെ വെറുതെ വിടും. കാരണം സ്വീഡിഷ് ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പുസ്തകവും എന്ത് സാധനം ഇവിടെ കത്തിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇയാളെ അയർലൻഡ് ബോർഡറിൽ നിന്നാണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത്. കാരണം തിരിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കേസ് മുഴുവൻ നടത്താൻ വേണ്ടി. കാരണം ഒരു നല്ല ജനാധിപത്യ രാജ്യമാണ് സ്വീഡൻ. മനസ്സിലാക്കോ, സ്വീഡൻ എന്ന് പറയുന്ന കാത്തലിക് രാജ്യമല്ല. അവിടെ ഏറ്റവും കൂടുതലുള്ള പ്രൊട്ടസ്റ്റൻ്റ് ആണ്, പെൻഡകോസ്റ്റാണ്. അവന്മാർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമായത്. അമേരിക്ക കാണിക്കുന്ന പോലെ ഇവന്മാർ കയറി കാണിക്കും. അതുകൊണ്ടാണ് അവർ നേരത്തെ മുതൽ
സ്വീഡനിൽ ഇമിഗ്രൻറ്റിൻ്റെ സംഭവം, ആൾക്കാരെ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ടാരും വരുന്നില്ല കഴിഞ്ഞ 3-4 വർഷം കൊണ്ട്. കാരണം അവനും പാഠം പഠിച്ച് ഇവരെ കയറ്റാൻ പറ്റത്തില്ല. ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന സ്വീഡൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേപോലെ സംഭവം കയറി അടിക്കും. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞതല്ല. വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും സ്വീഡിഷ് പത്രങ്ങളും ജർമ്മൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല രാജ്യങ്ങളിലും പലയിടത്തും ഇതിന് ശേഷം പല ആൾക്കാരും ഖുറാൻ കത്തിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഗവൺമെൻറ് തന്നെ സോഷ്യൽ മീഡിയയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് പബ്ലിഷ് ചെയ്യുക. പക്ഷേ വാട്സപ്പിൽ കൂടെ മറ്റുള്ള സോഴ്സിൽ അങ്ങ് കയറിപ്പോവും. അതായത് ലോകം മുഴുവൻ ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ തിരിയുന്നതിൻ്റെ കാരണം നിങ്ങൾ കാണിക്കുന്ന വട്ടത്തരവും പൊട്ടത്തരവുമാണ്. വീണ്ടും പറയുന്ന ഖുർആൻ കത്തിച്ച് തെറ്റാണ്, പക്ഷേ ആ പ്രൊവോക്കേഷനിൽ ചെന്ന് വീഴുന്നത് അതിനേക്കാളും തെറ്റാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്. അത് വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് നടന്നേ മതിയാവും. അതിൻ്റെ രീതിയാണ് ഓരോന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.